ഇത് അബ്ദുൽ ലത്തീഫ്, ഇദ്ദേഹത്തിൻ്റെ വീട് ആക്ച്വലി പൊന്നാനിയാണ്, പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് കോലളമ്പാണ്. കോലളമ്പ് എന്ന് പറഞ്ഞാൽ എടപ്പാളിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അല്ലേ, 8 കിലോമീറ്റർ ദൂരെ. അദ്ദേഹം 2012 സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ കൃഷിയിൽ ഇറങ്ങിയത് 2013 തൊട്ടിട്ട് തന്നെ കൃഷിയിൽ ഇറങ്ങി. നെൽകൃഷിയെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്ത ആൾ അന്ന് ഏകദേശം പടിപടിയായിട്ട് 100 ഏക്കർ വരെ നെൽകൃഷി ചെയ്തിട്ടുള്ള ആളാണ്. 100 ഏക്കർ നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കാരണം സ്വന്തം കൃഷി സ്ഥലം ഉണ്ടായിരുന്നില്ല അന്ന്, പാട്ടത്തിനെടുത്ത് മറ്റേ കോൾ നിലങ്ങളിലും ഇതുപോലെ മുണ്ടക നിലങ്ങളിലും കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഏകദേശം 60-65 ഏക്കർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വെട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. വെട്ടം തിരൂർ താലൂക്കിൽ വെട്ടം കൃഷിഭവൻ്റെ പ്രദേശത്താണ്. ഇവിടെ ഈ കൃഷി മാത്രമേ ഇവിടെ കാണാനുള്ളൂ, മറ്റുള്ളവർക്ക് തരിച്ചു കിടക്കുന്നു. പക്ഷെ ഇദ്ദേഹം ഇവിടെ നല്ല പൊന്നു വിളയിക്കുന്നു. ഇതാണ് അത്ഭുതം. ഒരുപാട് വൈതരണികൾ പുള്ളി കൃഷിയിൽ തരണം ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച പെയ്ത മഴ ഈ കൃഷി കൊയ്യേണ്ട സമയമാണ്, പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. ഇതിന് ആർക്കും ഒരു നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇൻഷുറൻസിൻ്റെ പൈസ തന്നെ കിട്ടുന്നുള്ള സംശയമാണ്. ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ് ഇത്രയും സ്ഥലം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്ലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കൂട്ടുകുത്ത് കാണില്ല, ഒരേ ലെവലിലുള്ള നെല്ല്. ഇത് ദീപ്തി എന്ന് പറഞ്ഞ ഇനം നെല്ലാണ്. ദീപ്തി നെല്ല് ഒരു സെമി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. പുള്ളി താല്പര്യപൂർവ്വം ഇത് വാങ്ങിച്ച് ഇതൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്തതാണ്. 4 ഏക്കറിൽ നമുക്ക് വിത്ത് 4.5 ഏക്കറിൻ്റെ വിത്താണ് എടുത്തത്, പക്ഷെ 5.5 ഏക്കർ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നെല്ലിൻ്റെ വിത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ അഭിപ്രായം? എനിക്ക് ഈ വിത്തിനെ പറ്റി ആദ്യമായി പറഞ്ഞത് ജോസാറാണ്. ജോസാറ് പറഞ്ഞു ഇങ്ങനെ ഒരു നെൽവിത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞത് ഒരു ഏക്കർക്ക് 12 കിലോ എന്നാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ സാറ് ഇതിലെ പരിചയസമ്പന്നനായതുകൊണ്ട് സാറിൻ്റെ വാക്ക് ഇതെടുത്തിട്ട് ഞാൻ 48 കിലോ വിത്ത് കൊടുന്നു. എനിക്ക് തന്നത് കാവുങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിയാണ് തൃശ്ശൂരിൽ നിന്ന്. പക്ഷേ അവർ ആന്ധ്രയിൽ നിന്ന് വരുത്തിച്ച് തന്നതാണ്. എനിക്ക് ഒരു കിലോന് 150 രൂപയും ഒരു 10-200 രൂപ ആകെ ഇതിന് കൊറിയർ ചാർജ് വന്നിട്ടുള്ളൂ. അതായത് 150 രൂപയ്ക്ക് 48 കിലോ വിത്ത് കൊടുത്തു, 150 രൂപ വില വെച്ച്, ഒരു കിലോന് വില വെച്ച്, പിന്നെ കൊറിയർ ചാർജിന് 200 രൂപ. അപ്പോൾ ഏകദേശം എനിക്ക് 4.5 ഏക്കറാണ് ഇവിടെ കൃഷിയുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 4.5 ഏക്കറിൻ്റെ നാറ് ഇട്ടത്, പക്ഷേ സാധാരണ നമ്മൾ 4.5 ഏക്കർക്ക് ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, നാറിടുന്ന സ്ഥലം, ആ സ്ഥലത്താണ് ഇട്ടത്. അത്ര സ്ഥലത്ത് ഇട്ടു. അല്ലെങ്കിൽ ഞാൻ അത് ലൂസായിട്ട് ഇട്ടു. ലൂസായിട്ട് ഇട്ടപ്പോൾ 48 കിലോ വിത്തോളൂ. ഞാൻ എന്നിട്ട് അത് പറിച്ച് നട്ടത് ഈ സ്ഥലത്താണ് ഇട്ടത്. പിന്നെ അവിടെയും നട്ടു. പറിച്ച് നട്ടത് 5.5 ഏക്കർ സ്ഥലത്താണ്. എന്താണെന്ന് വെച്ചാൽ 4.5 ഇരിക്കുള്ളൂ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എടക്കുളം തിരുനാവായ ബഷീർ മാസ്റ്റർ എന്ന് പറയും. പുള്ളി ഒരു ഒരു ഹാൻഡിക്യാപ്ഡ് അങ്ങനെ പുള്ളിയോട് ഞാൻ പറഞ്ഞു 1 ഏക്കർ നമുക്ക് അവിടെയും ചെയ്യണം. അങ്ങനെ അവിടെയും ചെയ്തു 1 ഏക്കർ, 4.5 ഏക്കർ. അപ്പൊ 5.5 ഏക്കർ കൃത്യം ഇത് പറിച്ചു നട്ടു. ഇതാണ് ഈ വിത്തിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ അഭിപ്രായം കുമ്മായിട്ടിട്ട് പൂട്ടി തയ്യാറാക്കി. കുമ്മായിട്ടതിന്റെ ശേഷം ഇവിടെ ഞാൻ എന്താ വെച്ചാല് ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ, 1 ഏക്കർക്ക് 10 ചാക്ക് ചാണകപ്പൊടി ഇട്ടൂല്ലേ, ജൈവവളമായിട്ട് 10 ചാക്ക്. അത് നടുന്നതിന്റെ തൊട്ട് മുന്നേ. പിന്നെ നട്ട് കഴിഞ്ഞ പാട് പുല്ലിന്റെ മരുന്നും 15 കിലോ യൂറിയ ഇടും. പുല്ലിന്റെ മരുന്നും 15 കിലോ യൂറിയ ഇടും. ആ യൂറിയ 15 കിലോ ഇട്ടതിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് വരുന്നത്. നട്ടപാടന്നെ 15 കിലോ യൂറിയും പുല്ലിന്റെ മരുന്നിട്ടു. 10ാമത്തെ ദിവസം പുല്ലിന്റെ മരുന്ന് പിന്നെ അന്നിട്ടത് ബോണ്ടെക്സ് പവർ ട്രോപ്പിക്കലിന്റെ നല്ലതാണ്. ബോണ്ടെക്സ് പവർ ഇട്ടു, യൂറിയ ഇട്ടു. 10ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഏകദേശം 3-15 അതെനിക്ക് സംഘടിപ്പിച്ചു തന്നത് സാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തു വളാഞ്ചേരി മലബാർ ഫെർട്ടിലൈസർ പുള്ളിയാണ് എനിക്കത് എത്തിച്ചു തന്നത്. അത്
എനിക്ക് തോന്നുന്നു അത്രയും വ്യാപകമായിട്ട് എല്ലായിടത്തും കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് അത് അവൈലബിൾ ആയിരുന്നു. 16 പോലെയുള്ള അതെ അതെ 3-15 ഫാക്റ്റിന്റെ. അതിന്റെ കൂടെ ഞാൻ കൽദാൻ ഇട്ടു. യൂറിയ 20 കിലോന് ഇട്ടു. അതായത് 3-15 20 കിലോ യൂറിയ, 3-15 എത്ര 2 ചാക്ക്, 3-15 2 ചാക്ക് 100 കിലോ ഒരേക്കറിന് 20 കിലോ യൂറിയ. 20 കിലോ യൂറിയയുടെ എന്ന് വെച്ചാൽ 15 കിലോ നമ്മൾ പുല്ലിന്റെ മരുന്നിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൽദാന്റെ 4 കിലോന്റെ ഒരു പാക്കറ്റ്. അത് ധനുക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ അത് നമ്മുടെ ബെറിൻ സാർ പറഞ്ഞാ, ബെറിൻ സാർ ഇല്ലേ നമ്മളെ തൃശ്ശൂരുള്ള. അങ്ങനെ അത് ഇട്ടതിന് ശേഷം പിന്നെ രണ്ടാം വളം ഇട്ടത് യൂറിയും പൊട്ടാഷും. 15 കിലോ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ടു 15 ഒരേക്കറിന്. പിന്നെ യൂറിയ പൊട്ടാഷ്. പക്ഷെ എല്ലാ പ്രാവശ്യം യൂറിയ പൊട്ടാഷ് രണ്ടാം വളത്തിലിട്ട പിന്നെ ചെയ്യാറില്ല. പക്ഷെ ഈ വർഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ യൂറിയയും മഗ്നീഷ്യം സൾഫേറ്റും കൂടി ഇട്ടു ഒരു പ്രാവശ്യം. ആ സമയത്ത് പൊട്ടാഷ് ഇട്ടില്ല, കാരണം 3-15 പൊട്ടാഷ് ഉണ്ടല്ലോ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 25 കിലോ പൊട്ടാഷും 10 കിലോ യൂറിയ ഇട്ടു. രണ്ടാം വളത്തിന്റെ കൂടെ യൂറിയും മഗ്നീഷ്യം മാത്രം ഇട്ടു. ആ സമയത്ത് റീജന്റ് അൾട്ര എല്ലാം ഇട്ടതാണ് പറഞ്ഞത്. റീജന്റ് അൾട്ര അതിന്റെ കൂടെ മിക്സ് ചെയ്തു. ഇനി അതിന്റെ ഇടയിൽ സ്പ്രേ ചെയ്തത് 2 പ്രാവശ്യം കീടനാശിനി സ്പ്രേ ചെയ്തു. ആദ്യത്തേല് 19-19-19 മിക്സ് ചെയ്തു. രണ്ടാമത്തേല് 13-0-45 മിക്സ് ചെയ്തു. കൊയ്യാൻ നേരത്ത് SOPയും അസറ്റാഫും കൂടി അടിച്ചു. ഒരു മാസം ഇപ്പൊ അല്ല ഇപ്പൊ കൊയ്തിട്ടില്ല ശരിക്കും. ഈ 10-ാം തീയതി ഇന്നലൊക്കെ ആയിട്ട് കൊയ്യേണ്ടതാണ്. ഈ മഴ വന്നിട്ട് വെള്ളം വന്നു ഇനിയിപ്പോ ഒന്ന് ഡ്രൈ ആയിട്ട് കൊയ്യില്ലെങ്കിൽ ഞങ്ങൾക്ക് വൈക്കോല് നഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇവിടെ നെല്ലിനങ്കാട്ടും പ്രധാനം വൈക്കോല, കാരണം പശുക്കളുള്ളതുകൊണ്ട് നമുക്ക് വൈക്കോല് മിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെല്ലിനെ കൊയ്യാനുള്ള ഒരു ഇതുമായിട്ട് നല്ല ഉയരണ്ട്. ഇത്ര ദിവസം ഈ മഴ പെയ്തിട്ട് പോലും വീണിട്ടില്ല. അതാണ് അതിന്റെ ഒരു സൈഡിൽ ഈ തെങ്ങിന്റെ ഓരത്തുള്ള സൈഡ് ഭാഗമൊക്കെ കാനഭാഗം വീണു എന്നല്ലാതെ മെയിൻ ഭാഗത്ത് 4.5 ഏക്കറിൽ എന്തായാലും ഒരു 10 സെന്റ് വീണിട്ടുണ്ടാവും. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ മഴയിൽ. പിന്നെ വലിയ രീതിയിലുള്ള പിന്നെ കേടുകൾ വന്നിട്ടില്ല. എന്നാൽ കേടുകൾ വരായൊന്നുമില്ല. അപ്പൊ നാളെ സാധാരണ പറഞ്ഞ കാരണം തണ്ടുതുരപ്പനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റി. ആദ്യത്തേലെ കൽദാൻ, രണ്ടാമത്തേലെ റീജന്റ് അൾട്രയും കോമ്പിനേഷനായി. അത് വേറെ മരുന്ന് അടിച്ചിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ അസറ്റാഫ്, പിന്നെ ഒരു പ്രാവശ്യം പിന്നെ നമ്മുടെ പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് മരുന്നേ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് മരുന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല. എനിക്ക് ഇതിന്റെ പിന്നെ 4.5 ഏക്കറിന് മൊത്തം ചെലവ് വന്നത് ഇതുവരെ ഏകദേശം 1 ഏക്കറിന് 22,000 രൂപയാണ് ഇതുവരെ വന്നത്. 22,000 രൂപയാണ് ഇതുവരെ വന്നത്. ഇനി കൊയ്ത്തും കൂടി വരുമ്പോഴാണ്, കൊയ്ത്തും കൂടി വരുമ്പോൾ 1 ഏക്കറിന് 5,000 രൂപ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം എത്ര ടണ്ണ് നെല്ലാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് എന്തായാലും സാർ 2,500 കിട്ടണം. അല്ലെങ്കിൽ എത്ര ചെനപ്പുണ്ട്? ഇത് ചെനപ്പില് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ മൊത്തത്തില് ചെനപ്പിൽ 35 ഉണ്ട്. അതിലൊന്നും വലിയ എത്ര മണി ഉണ്ടാവും? 35 ചെനപ്പിൽ തന്നെ മണി ഒരു പിന്നെ ഇപ്പൊ ഇത് സാർ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊക്കെ മഴയുടെ ശക്തി കൊണ്ട് വന്നല്ലേ വെള്ളം കയറിയതാ? മഴയുടെ ശക്തി കൊണ്ടേ കുറച്ച് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഉള്ളത്. കുറച്ച് പോക്കുണ്ട് കേട്ടോ ഇതില്, കുറച്ച് കറുത്ത മണി. അത് എനിക്ക് തോന്നുന്നുണ്ട് ചായയിൽ വന്നതായിരിക്കും. ചായയില് മരുന്ന് അടിച്ചിട്ടുണ്ട്. ഏതാ അസറ്റാഫ് അടിച്ച? അസറ്റാഫ്. നെല്ലില് ഈ സൈഡ് നോക്കണം, നല്ല സെൻട്രലൊക്കെ അത്യാവശ്യം നല്ല അല്ലെങ്കിൽ തണ്ടുവരപ്പന്റെ ചെറിയ ശല്യങ്ങളുണ്ട്. പിന്നെ സാർ ഈ മഴ ഇടക്കിടക്ക് വരുന്നോണ്ടേ അടിക്കണം മരുന്ന് അടിച്ചെന്നാ മഴ പെയ്യാണ്. എന്നാലും ഇങ്ങനെ കിട്ടിയത് അത്ഭുതം. പിന്നെ ഈ ഇത്രയും ഇങ്ങനത്തെ പ്രതികൂല കാലാവസ്ഥയാണല്ലോ ശരിക്കും. ഇത് ഡ്രൈ ആവണമെന്ന് 2 ദിവസം കൊണ്ട് ഒരു 2 ദിവസം 5 ദിവസം മഴ പെയ്യാതെ നിന്നാ മതി. ഇനി മിനിയാന്നും കൂടി മഴ പെയ്ത് ഇവിടെ. അതെ. ഇത് കണ്ടോ, ഇതിപ്പോ ഒരൊറ്റ കൊലയിലുള്ളതാണ്. ഈ മണിക്കൊന്നും കുഴപ്പമില്ല. നീറ്റ് പണിയാ. 2-4 എണ്ണം കുഴപ്പമില്ല.
160 മണിയും ആവറേജ്. അത് ഞാൻ സൈഡിൽ നിന്ന് ഉള്ളിലേക്കാകുമ്പോ കൂടിയിരിക്കും. 170 180 ഒക്കെ എത്തും. 160 സാറിന്റെ പ്രതീക്ഷയിൽ ഒരു 2-2.25 ടൺ. അത് നമുക്ക് 2 ടണ്ണിന്റെ മേലെ കിട്ടി നമ്മൾ വിജയിച്ചു. കാരണം ഇവിടെ മാക്സിമം ഈൽഡ് 1.1. അതൊന്നല്ല, വൈക്കോല് സൂപ്പർ വൈക്കോലോ. നെൽകൃഷിയുടെ ഏറ്റവും പ്രശ്നം ഇപ്പൊ എന്താണെന്നറിയാം സാർ, രണ്ട് പ്രശ്നം ഉണ്ടേ. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2020 ആവറേജ് 28 രൂപയായിരുന്നു നെല്ലിന്റെ വില. 2020 അത് സംഭരണ വില ആവറേജ് 28, ചിലപ്പോൾ 27 സംതിങ് 28. പക്ഷെ 2024-25 ആവുമ്പോ തന്നെ ഇതേ 28-20 കൂടിയിട്ടില്ല. നമ്മൾ 1 രൂപയെങ്കിലും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വ്യത്യാസം വരുന്നില്ല. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ എക്സ്പെൻസും കൂടി. തുടക്കം തന്നെ പറയാം, തുടക്കം മുതൽ നമ്മളെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ട്രാക്ടറാണല്ലോ ആദ്യം പൂട്ടുക, കണ്ടത്തിലിറങ്ങി പൂട്ടുക. 600 രൂപ മണിക്കൂർ ഉണ്ടായിരുന്നപ്പോൾ 900-1000 രൂപയായി. അപ്പോൾ 600-ൽ നിന്ന് 900-ലേക്ക് പോകുമ്പോൾ 30% കൂടി. 700 രൂപ ഉണ്ടായിരുന്ന ഒരു ദിവസക്കൂലിക്കാരന് ഇപ്പം 1100 രൂപയായി, 30% കൂടി. ഏകദേശം 4000 രൂപക്ക് നട്ടിരുന്ന ബംഗാളി ഇപ്പം നടന്നത് 5000-5500-നാണ്, അപ്പോഴും 30% കൂടി. എല്ലാ മേഖലയിലും 30%. 850 രൂപ ഉണ്ടായിരുന്ന പൊട്ടാഷ് 1550 രൂപയായി. 900-ൽ താഴെ ഉണ്ടായിരുന്ന 850-900-ൽ ഉണ്ടായിരുന്ന ഫാക്ടം ഫോഴ്സ് 1250 രൂപയായി. എല്ലാ മേഖലയിലും ഏകദേശം 30% കൂടിയപ്പോ എന്താണ്ടായെന്ന് വെച്ചാൽ നെല്ലിന്റെ ഉൽപാദനം ഇനി നമ്മളെ സെയിം നിൽക്കുന്നു തന്നെ കരുതുക. പക്ഷെ ഈ 30% ചെലവ് നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് കാലാവസ്ഥ വ്യതിയാനം മൂലം നെല്ലിന്റെ ഉൽപാദനം കുറയാം. ആ കാലാവസ്ഥയുടെ പ്രശ്നം അതല്ല. നമ്മൾ ഈ 30% ഈ ചെലവ് എവിടെ നമ്മൾ ഉൾക്കൊള്ളും, അതാണ് അവിടെയാണ് പ്രശ്നം വന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഇപ്പൊ തന്നെ കാണാമല്ലോ. ഇത് ഞാൻ 24/7 ജൂലൈ 24-ാം തീയതി നാറിട്ടതാ. ഇന്നത്തേക്ക് 140 ദിവസമായി. ഇന്നത്തേക്ക് ഈ 140 ദിവസം നമുക്ക് ഒരു തരത്തിലും സമാധാനം തന്നിട്ടില്ല. ഒക്കെ ഇത് ഓരോ ദിവസം മരുന്നൻ്റെ അടിക്കും, അന്ന് വൈകിട്ട് മഴ പെയ്യും. പിന്നെ കൊയ്ത്തിന് എല്ലാം റെഡിയാക്കി, അപ്പോൾ അതാ മഴ പെയ്തു. ഇങ്ങനെ എല്ലാ ദിവസവും ടെൻഷൻ. അതിന് ചിലപ്പോൾ നമുക്കൊരു 1 ലക്ഷം റുപ്യ തന്നാലും കൂടി മതിയാവില്ല. ഇവിടെയാണ് അപ്പോൾ ചോദിക്കും പിന്നെന്തിനാണ് ഇതെല്ലാം കൃഷി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വെറുതെ കുഴി തന്നെയല്ല. അത് സാറേ തമാശയിൽ പറയുകയാണെങ്കിൽ ശബരിമലയ്ക്ക് മാലയിടണ മാതിരിയാണ്. ശബരിമലയ്ക്ക് മാലയിടണ ഒരു സ്വാമി ശബരിമലയിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരില്ല എന്ന് പറയും. പക്ഷെ അടുത്ത കൊല്ലം എന്ത് ചെയ്യുന്നത് ആ സമയം നമ്മളും അതേമാതിരി തന്നെ കർഷകരും. നമ്മളിപ്പോൾ പറയും സാറിനോട് ഈ വിഷമമൊക്കെ പറയും. അടുത്ത ജൂലൈയിൽ ഞാൻ സാറിനെ വിളിക്കും, സാറേ ഏതാ വിത്ത് വേണ്ടത്, ഏതാ ഇത് വേണ്ടത് എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മളെത്തും. ഇത് നമ്മൾ കർഷകൻ്റെ മുമ്പേ ഉള്ള ഇപ്പോൾ സാറ് കർഷകനോട് ചോദിച്ചോക്കി എങ്ങനെയുണ്ട് വിള, കഴിഞ്ഞ പ്രാവശ്യം അത്ര ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അടുത്ത കൊല്ലം ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് വിള, കഴിഞ്ഞ പ്രാവശ്യം. അത് ഞങ്ങളുടെ ഒരു ഭാഷയാണ്. പക്ഷെ ഇവിടെ ഈ ചെലവ് 30% കൂടി എന്നുള്ളത്. അപ്പം നമ്മൾക്ക് സഹായം തരേണ്ടത് ആരാ? ഗവൺമെൻറ് സബ്സിഡി രൂപത്തിലാണ് തരേണ്ടത്. പക്ഷെ അത് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ എടപ്പാൾ പഞ്ചായത്തൊക്കെ 4500 രൂപ ഏക്കറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1000-ലോ 2000-ലോ ഒതുങ്ങിയത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഫണ്ട് അവൈലബിലിറ്റി ഇല്ല, ഫണ്ട് കുറവാണ്. അപ്പോൾ പക്ഷേ വേറൊന്നുണ്ട്, 2000-നെക്കാട്ടും കൃഷി ചെയ്യുന്ന ആളുകൾ കൂടി. അതുകൊണ്ട് ഇപ്പോൾ എടപ്പാൾ പഞ്ചായത്തിലൊക്കെ 700-800 ഏക്കറായിരുന്നു, ഇപ്പോൾ 1400 ഏക്കറായി. അപ്പോൾ അത്രയും ഫണ്ട് ഇനി എത്ര വെച്ചാലും മതിയാവാതെ വരികയാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഈ വെട്ടം പഞ്ചായത്തൊക്കെ കുറേ കൂടി അജ്ഞതയുണ്ട് കൃഷിക്കാർക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ മരുന്ന് കടയിൽ ചെന്നിട്ട് പറയാ ഓലക്ക് പഴുപ്പുണ്ടെന്ന് പറയും. ഓലക്ക് പഴുപ്പ് ഒന്ന് പൊട്ടാഷിന്റെ കുറവുകൊണ്ട് വരാം, അല്ലെങ്കിൽ അസിഡിറ്റി കൊണ്ട് വരാം, അല്ലെങ്കിൽ ഫംഗിസൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും BLB-യോ അല്ലെങ്കിൽ ലീവ് സ്പോട്ടോ വരാം. പക്ഷെ ഇതിനൊക്കെ കൊടുക്കുന്നത് ഒരു കീടനാശിനിയുടെ മരുന്നാണ്. ഇന്ന് ഇത് രണ്ടിനും അത് പറ്റില്ല. പൊട്ടാഷിന്റെ കുറവ് വന്നിട്ട് കീടനാശിനി അടിച്ചിട്ട് കാര്യമില്ല. അവിടെ കർഷകന് അവബോധം ഉണ്ടാവണം. ഇപ്പം അതിനൊക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് എത്രയോ ആളുകളുണ്ട് വിദഗ്ധർ, അവർക്ക് ഫോട്ടോ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ സാറിന് അയച്ചെന്നാൽ മതി, അല്ലെങ്കിൽ ബെറിൻ സാറിന് അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സുനിൽ സാർ, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ ഇതുണ്ട്. ഇപ്പം കൃഷി ഓഫീസർമാർ തന്നെ പഴയമാതിരി ഒന്നുമല്ല. കൃഷി ഓഫീസർമാർക്ക് അത്യാവശ്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ നോളജ് ഉണ്ട്. പക്ഷെ അവരെന്താ വെച്ചാൽ നമ്മൾ എന്ന് ചോദിക്കുന്നത് അവരോടല്ല,
കടക്കാരനോടാണ്. അവിടെയാണ് കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായി അല്ല, അവര് അതിന്റെ കൂടെ ഒരു മരുന്നും കൂടി ലാഭം കിട്ടുന്നത്. അല്ല, അത് അവർ ഉദ്ദേശിക്കുന്ന ലാഭത്തിൽ മാത്രമല്ല, അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു മരുന്ന് കൊടുത്തിട്ട് ഇയാൾ അടിച്ചിട്ട് നേരായില്ലെങ്കിലും അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫംഗിസൈഡും കൊടുക്കും, ഒരു കീടനാശിനിയും കൊടുക്കും, ഏതെങ്കിലും ഒന്നും ഉപയോഗപ്പെടും. അപ്പോൾ മാറിയെന്ന് തന്നെ പറയും. അത് അവൻ ചെയ്യുന്ന പണി ആര് ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ കീടനാശിനി കൊടുക്കും, ഒരു ബോട്ടിൽ ഫംഗിസൈഡും, എന്നിട്ട് രണ്ടും കൂടി ചേർത്തടിച്ചോളാൻ പറയും. രണ്ടും കൂടി ചേർത്തടിക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് കുറിക്കുകയുള്ളൂ. പക്ഷെ അത് ഒരു വിദഗ്ധനോട് ചോദിച്ചാൽ ഒരു മരുന്നും ഒഴിവായിരുന്നു. പിന്നെ ടൈമിങ്, അടിക്കേണ്ട ടൈമിങ് രാവിലെ 9 മണിയാകുമ്പോഴത്തേനും മരുന്നടിക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം. ഇപ്പോൾ ഇന്നലെ സാറ് പറയാറുണ്ട് സാധാരണ വൈകിട്ട് അടിക്കണമെന്ന്. ഇന്നലെ ബെറിൻ സാറ് പറഞ്ഞു ഒരു അഭിപ്രായം, 0.50 അടിക്കുമല്ലോ നമ്മൾ, അത് വൈകുന്നേരം അടിക്കാൻ. പുള്ളി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. 50 വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ ഈ പരാഗണത്തിന് വലിയൊരു ഇത് വരില്ല എന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ അത് ഇതാവുമെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ കൃഷി ഓഫീസർമാർ വരെ, ഇപ്പോൾ വെട്ടം കൃഷി ഓഫീസറൊക്കെ നല്ല ഉഷാറാണ്. എല്ലാ കൃഷി ഓഫീസർമാരും ഒരു മോശക്കാരും. ജൈവ കൃഷി നടക്കും. ജൈവ കൃഷിയിൽ നെൽകൃഷിയിൽ പ്രാബല്യത്തിലല്ല, പ്രാക്ടിക്കലല്ല. പക്ഷെ ഞങ്ങളതിനെ ആക്ഷേപിക്കുന്നൊന്നുമില്ല. ഞാൻ ചെയ്യൽ സേഫ് ടു ഈറ്റ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഒരു 40-50% ജൈവവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചാണകപ്പൊടി കൊടുത്തത്. നമ്മൾ പിന്നെ ഇതാണ് ഇടുന്നത്. ചില സമയത്ത് നമ്മൾ ചുവന്ന ഫാക്ടറി ബോക്സിന് പകരം ഇടുമല്ലോ, പൊട്ടാഷ് ഉണ്ട്. അല്ല, പൊട്ടാഷ് അല്ല സാർ, നമ്മൾ ആ മണ്ണിന്ന് കുഴിച്ചെടുക്കുന്ന രാജ്ഫോസ് ഇടാറുണ്ട്. പക്ഷെ രാജ്ഫോസ് ഒന്നും അവൈലബിൾ അല്ല, കിട്ടണ്ടേ. നമ്മൾ രാജ്ഫോസ് ഇടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് സാധനം കിട്ടണ്ടേ. കഴിഞ്ഞ വർഷം രാജ്ഫോസ് അതും ഈ ചെയ്തെന്നാണ് ഈ സാജ് എന്ന് പറഞ്ഞ ആള് അറിയാം. പുള്ളി എല്ലാ മരുന്നും വളവും എത്തിക്കാൻ പറ്റിയ ഒരാളാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാലാവസ്ഥ അനുകൂലമാണ്. ഈ വളമിട്ട് അന്നൊക്കെ മഴ പെയ്യും. ഈ വളം പിടിക്കാൻ 2 ദിവസമെങ്കിലും കിട്ടും. ഇത് സാർ ശരിക്കും ഈ വർഷം രാവിലെ മരുന്നടിച്ചാണ്ട് പോയാൽ ഉച്ചക്ക് മഴ പെയ്യും. എന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ പശ കൂട്ടി അടിച്ചാൽ മതി. ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ പിടിക്കും. ആ പശ കൂട്ടി അടിക്കലാണ് ഇപ്പോൾ. പശ പിന്നെ വലിയൊരു റേഞ്ച് വരാത്തോണ്ട് എന്തായാലും ഞാൻ അടുത്ത വർഷം ഈ നെല്ല് ചെയ്യും. അതല്ലേ.